സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് PSC സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്ന 100ഓളം ചോദ്യങ്ങളാണ്. ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കൂടിയും അതിൽ ഏതെങ്കിലും പ്രസ്താവനകളിലായിട്ട് ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കാണാറുണ്ട്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ബാങ്കിംഗ് സേവനം ഏത് വിഭാഗത്തിൽ പെടുന്നു? ബാങ്കിംഗ് സേവനം പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഇതിൽ ഏത് വിഭാഗത്തിലാണ് ബാങ്കിംഗ് സേവനം വരുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം തൃതീയ മേഖലയാണ്. തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല. അടുത്ത ചോദ്യം, ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് ആണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ഏത് എന്നാണ്? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ഏതാണ്? നെയ്യാറാണ്. നെയ്യാറാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി. കേരളത്തിലാകിയ നദികളുടെ എണ്ണം 44. 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നു, 41 നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്നു. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് ഏതാണ്? കേരളത്തിലെ പ്രധാന ഇനം മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണാണ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണിനം. ഇനി ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണിനം ഏത് എന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ എക്കൽ മണ്ണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല വയനാട് ജില്ലയാണ്. വയനാട്. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആര്? മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കർ. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസം. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസം പ്രകീർണനമാണ്. പ്രകീർണനം. ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് K. ശ്രീകുമാർ ആണ്. K. ശ്രീകുമാർ. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാചലാണ്. ഹിമാചലാണ് ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഗ്രേറ്റർ ഹിമാലയാസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ലെസർ ഹിമാലയ ഹിമാചൽ, ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാദ്രി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 10ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 10ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ചോദ്യം, ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ധാന്യവിളകളുടെ രാജാവ് നെല്ലാണ്. നെല്ല്. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ്? ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ്. ചെറുകുടൽ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ചത് കാനഡയാണ്. കാനഡ. ഏതിൻ്റെ അയിരാണ് ഗലീന? ഗലീന എന്നത് ഏതിൻ്റെ അയിരാണ്? ഗലീന. കറുത്തീയം അഥവാ ലെഡിൻ്റെ അയിരാണ് ഗലീന എന്നത്. കറുത്തീയം അഥവാ ലെഡിൻ്റെ അയിരാണ് ഗലീന. ഇനി കറുത്തീയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 82 ആണ്. കറുത്തീയത്തിൻ്റെ അറ്റോമിക് നമ്പർ 82. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നത്? റിക്കറ്റ്സ് അഥവാ കണ രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് അഥവാ കണ എന്ന രോഗമുണ്ടാകുന്നത്. വിറ്റാമിൻ ഡി, സൺഷൈൻ വിറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. അതുപോലെ സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിൽ നിന്നും ത്വക്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്.
വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത്? വൈറ്റ് പ്ലേഗ് ക്ഷയമാണ്, ക്ഷയം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയാക്കണം? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് എത്ര വയസ്സാണ് പൂർത്തിയാക്കേണ്ടത്? 18 വയസ്സാണ് പൂർത്തിയാക്കേണ്ടത്. 18 വയസ്സ്. ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിയ മന്ത്രി ആരാണ്? ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിയത് ML ഗോവിന്ദൻ നായർ. ML ഗോവിന്ദൻ നായർ. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലാണ് റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയ? അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നു റൈസോബിയം. അപ്പോൾ റൈസോബിയം നൈട്രജനെ എന്താക്കിയിട്ടാണ് മാറ്റുന്നത്? നൈട്രേറ്റ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. അയ്യപ്പൻ എന്ന യഥാർത്ഥ പേരുള്ളത് ആരെയെന്ന് ചോദിച്ചാൽ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം? വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ. അകാലികൾ എവിടെ നിന്നുള്ളവരാണ്? പഞ്ചാബിൽ നിന്നുള്ളവരാണ്. ഏത് സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ടാണ് എത്തിയത്? വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ടാണ്. അടുത്ത ചോദ്യം, ആരുടെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്? കൃതിയുടെ പേര് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഇത് ആരുടെ ആദ്യ കൃതിയാണ്? ശ്രീനാരായണ ഗുരു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത് ആരാണ്? കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത് VO ചിദംബരം പിള്ളയാണ്. VO ചിദംബരം പിള്ള കപ്പലോട്ടിയ തമിഴൻ. ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും അധികമായിട്ട് കാണപ്പെടുന്ന കൽക്കരി ഇനമാണ് ബിറ്റുമിനസ്. ബിറ്റുമിനസ്. അടുത്ത ചോദ്യം, അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പാണ്ഡുരംഗ ഹെഡ്കെ. പാണ്ഡുരംഗ ഹെഡ്കെ. 1983 കർണാടകയിൽ ആരംഭിച്ച പരിസ്ഥിതി പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. കന്നഡയിലെ ആലിംഗനം എന്നതാണ് അപ്പിക്കോ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പാണ്ഡുരംഗ ഹെഡ്കെ. അടുത്തത്, ഐസോടോപ്പുകൾ കണ്ടെത്തിയത് ആര്? ഐസോടോപ്പുകൾ ഫെഡറിക് സോഡിയാണ്. ഫെഡറിക് സോഡി. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏത്? ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മാവസ്ഥയാണ്. പ്ലാസ്മാവസ്ഥ. ഇന്ത്യയിൽ ഇപ്പോഴത്തെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8 ആണ്. 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ, 28 സംസ്ഥാനങ്ങൾ. കരിമീനിന്റെ ശാസ്ത്രീയ നാമം? കരിമീനിന്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരൈറ്റൻസിസ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ. കരിമീനിന്റെ ശാസ്ത്രീയ നാമമാണ് എട്രോപ്ലസ് സുരൈറ്റൻസിസ് എന്നത്. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം. ചലിക്കുന്ന വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളിൽ ആഘാതമേൽപ്പിക്കുവാനുള്ള കഴിവാണ് ആക്കം എന്നത്. ചലിക്കുന്ന വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളിൽ ആഘാതമേൽപ്പിക്കുവാനുള്ള കഴിവാണ് ആക്കം. അടുത്ത ചോദ്യം, ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നുമാണ്? ജോഗ്രഫി ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ്. ഗ്രീക്ക് ഭാഷ. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം? കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 1965 ആണ്. 1965. ഭാരത് മാത എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? ഭാരത് മാത അബനീന്ദ്രനാഥ ടാഗോർ ആണ്.
ചിത്രത്തിൻ്റെ പേരാണ് ഭാരത് മാത എന്നത്. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അവനീന്ദ്രനാഥ് ടാഗോർ. ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഏതാണ്? ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ് നദി. ഷിയോനാഥ് നദി ഏത് നദിയുടെ പോഷക നദിയാണ് എന്ന് ചോദിക്കുവാറുണ്ട്. ഏത് നദിയുടേതാണ്? മഹാനദിയുടെ പോഷക നദിയാണ് ഷിയോനാഥ് നദി. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഏത് എന്ന് ചോദിച്ചാൽ ഷിയോനാഥാണ്. ഷിയോനാഥ് നദി മഹാനദിയുടെ പോഷക നദിയാണ്. മലയാളത്തിൽ ആദ്യത്തെ ചരിത്രാഖ്യായികയായ മാർത്താണ്ഡവർമ്മയുടെ രചയിതാവ് CV രാമൻ പിള്ള. ഗംഗാജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒപ്പുവെച്ച വർഷം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കരാർ ഒപ്പുവെച്ച വർഷം 1996 1996. ഇന്ത്യയിലെ നദികളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാണ്? ഇന്ത്യയിലെ നദികളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത് ടീസ്റ്റ നദിയാണ്. CH മുഹമ്മദ് കോയ പാലം ഏത് ജില്ലയിലാണ്? CH മുഹമ്മദ് കോയ പാലം കോഴിക്കോട് ജില്ലയിലാണ്. കണ്ടാണിശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. കോവിലൻ. VV അയ്യപ്പൻ എന്ന കോവിലനാണ് കണ്ടാണിശ്ശേരിയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത്. കോവിലൻ. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ലാൽ ബഹാദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് നഗരത്തിലാണ്? വാരണാസിയിലാണ്. തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏതാണ്? അർദ്ധഗംഗ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2 സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ്. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2 സുൽത്താൻ ബത്തേരി, മാനന്തവാടി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഓർമ്മയ്ക്കായി B. കല്യാണിയമ്മ രചിച്ച ഗ്രന്ഥം ഏത്? വ്യാഴവട്ടസ്മരണകൾ രചിച്ചത് B. കല്യാണിയമ്മ. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഓർമ്മയ്ക്കായിട്ടാണ്. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവഭവന്തു സുഖിനോ എന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം. ഇന്നത്തെ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗമാണ്. കാരണമാകുന്നത് ബോഡിറ്റെല്ല പെർട്ടുസിസ്. കുഷ്ഠത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? മൈക്കോബാക്ടീരിയം ലെപ്രയാണ്. കുഷ്ഠത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. തിരുവിതാംകൂറിൽ ആദ്യത്തെ ആധുനിക സെൻസസ് നടന്ന വർഷം. എവിടെ? തിരുവിതാംകൂറിൽ ആദ്യത്തെ ആധുനിക സെൻസസ് നടന്നത് 1875 1875 തിരുവിതാംകൂറിൽ ആദ്യത്തെ ആധുനിക സെൻസസ് നടന്നത്. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ആരാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ഗിരിജ വ്യാസ്. നിലവിൽ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? വിജയ കിഷോർ രഹത്കർ. അടുത്ത ചോദ്യം, കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി
2 പ്രാവശ്യം വഹിച്ചത്, കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ്. ജസ്റ്റിസ് ഡി ശ്രീദേവി. നിലവിൽ കേരള വുമൺ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതി ദേവിയാണ്. പി സതി ദേവി. അടുത്ത ചോദ്യം, ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ 1896 തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ ദിവാനായിരുന്നത് ശങ്കര സുബ്ബയ്യറാണ്. ശങ്കര സുബ്ബയ്യർ. ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ, ഡിഫ്തീരിയയ്ക്ക് കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയയാണ് ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ. മദ്യത്തിൽ കനം കൂടിയതും വാക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസ്. മദ്യത്തിൽ കനം കൂടിയത്, വാക്കുകൾക്ക് കനം കുറഞ്ഞത്. കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ്. നാസയുടെ പ്ലൂട്ടോ പര്യവേഷണ ദൗത്യം, പ്ലൂട്ടോ പര്യവേഷണ ദൗത്യമാണ് ന്യൂ ഹൊറൈസൺസ് എന്നത്. ന്യൂ ഹൊറൈസൺസ്. ചാർജുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത്, ചാർജുള്ള ആറ്റങ്ങളാണ് അയോണുകൾ. കണ്ണാടിയുടെ പുറകുവശത്ത് പുരട്ടുന്ന സംയുക്തം, കണ്ണാടിയുടെ പുറകുവശത്ത് ടിൻ അമാൽഗമാണ്. ടിൻ അമാൽഗം. മൂലകങ്ങൾക്കും ഓർഗാനിക് സംയുക്തങ്ങൾക്കും പേര് നൽകുന്ന അന്താരാഷ്ട്ര സംഘടന. മൂലകങ്ങൾക്കും ഓർഗാനിക് സംയുക്തങ്ങൾക്കും പേര് നൽകുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് IUPAC. IUPAC. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. മൂലകങ്ങൾക്കും ഓർഗാനിക് സംയുക്തങ്ങൾക്കും പേര് നൽകുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് IUPAC. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പറാണ് 92. 92. അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക്, അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക് ആണ് മെലാമൈൻ. വൈദ്യുത വിശ്ലേഷണ മാർഗത്തിലൂടെ ഒരു ലോഹത്തിന്മേൽ മറ്റൊരു ലോഹം പൂശിയെടുക്കുന്ന പ്രക്രിയയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗ്. ജഡായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ജഡായുപ്പാറ കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല. യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം, ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടമാണ്. യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡ് ഏതാണ്? മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. അടുത്ത ചോദ്യം, ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല. ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. കുറ്റ്യാടിപ്പുഴ. ചുവന്ന നദി ഏതാണ്? ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ്. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ, ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി, അരുവിക്കര കരമനയാണ്. കരമന. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് കരമനയാറിലാണ്. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. പാർലമെന്റ് പാസാക്കിയത് 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1956. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കുന്നു. ചുവന്ന വസ്തു നീല ഗ്ലാസ്സിലൂടെ നോക്കുന്നു. വസ്തുവിന്റെ നിറം ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? കറുപ്പ് നിറത്തിലായിരിക്കും. കറുപ്പ് നിറം. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരാണ്? മൗലിക കടമകൾ ഇന്ദിരാഗാന്ധിയാണ്. നിലവിൽ മൗലിക കടമകളുടെ എണ്ണം എത്രയാണ്? 11 മൗലിക കടമകളാണ് ഉള്ളത്. 11 മൗലിക കടമകൾ. മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6 മൗലിക അവകാശങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേ.
വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്കാണ്. വായ്പകളുടെ നിയന്ത്രകൻ, ബാങ്കുകളുടെ ബാങ്ക് എന്നെല്ലാം അറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതു സമുദ്രം പദ്ധതി പാക് കടലിടുക്കിലാണ് സേതു സമുദ്രം പദ്ധതി. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻറിക് പ്രഭു. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചു ആര്? ജോസഫ് മുണ്ടശ്ശേരി. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബാങ്ക് ഏത്? മുദ്രാ ബാങ്ക്. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചത് മുദ്രാ ബാങ്കാണ്. പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റ് വ്യത്യാസപ്പെടുന്നു? 1 ഡിഗ്രി മാറുന്നു, എത്ര മിനിറ്റാണ് വ്യത്യാസപ്പെടുന്നത്? 4 മിനിറ്റാണ് വ്യത്യാസപ്പെടുന്നത്. മരുഭൂമിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ്? മരുഭൂമിയുടെ സൃഷ്ടാവ് വാണിജ്യവാദമാണ്. മരുഭൂമിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന കാറ്റാണ് വാണിജ്യവാദം. മലബാർ സിമന്റ് ഫാക്ടറി എവിടെയാണ്? മലബാർ സിമന്റ് ഫാക്ടറി വാളയാറാണ്. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില. 98.6. കശുവണ്ടിയുടെ തോടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? കശുവണ്ടിയുടെ തോടിലെ ആസിഡാണ് അനാകാർഡിക് ആസിഡ്. സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് തെളിയിച്ചത് ജെ.സി. ബോസ് ആണ്. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മൂലകമേത്? മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മൂലകമാണ് മഗ്നീഷ്യം. പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം ഏതാണ്? പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം സെല്ലുലോസ് ആണ്. ലാവാ പ്രവാഹത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? ലാവാ പ്രവാഹത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. അടുത്ത ചോദ്യം, ശങ്കരാചാര്യർ ഗോവർദ്ധന മഠം സ്ഥാപിച്ചത് എവിടെയാണ്? ഗോവർദ്ധന മഠം സ്ഥാപിച്ചത് ആരാണ്? ശങ്കരാചാര്യരാണ്. എവിടെയാണ്? ഒഡീഷയിൽ പുരിയിലാണ്. പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപം അറിയപ്പെടുന്ന പേര്? പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപം ക്രൂഡ് ഓയിൽ. സൂര്യനും ഭൂമിക്കുമിടയിൽ ശുക്രൻ കടന്നു വരുന്ന പ്രതിഭാസം? സൂര്യനും ഭൂമിക്കുമിടയിൽ ശുക്രൻ കടന്നു വരുന്ന പ്രതിഭാസമാണ് ശുക്ര സംതരണം. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം? നക്ഷത്ര ആമകൾക്ക് പേരുകേട്ടത് ചിന്നാർ. മനത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര്? എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥയാണ്? മനത്ത് പത്മനാഭന്റെ ആത്മകഥയാണ്. സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം? തരംഗ ദൈർഘ്യം കൂടിയത് ചുവപ്പ്. ദേശീയ ശാസ്ത്ര ദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ദേശീയ ശാസ്ത്ര ദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ C.V. രാമനാണ്. ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 28. 1928 ഫെബ്രുവരി 28 C.V. രാമന് നോബൽ സമ്മാന പുരസ്കാരം നേടിക്കൊടുത്ത രാമൻ എഫക്റ്റ് കണ്ടെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്
ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 CV രാമൻ എഫക്റ്റ് കണ്ടെത്തിയതിൻ്റെ ഓർമ്മയ്ക്ക് 1928 ഫെബ്രുവരി 28. 1928 ഫെബ്രുവരി 28 CV രാമൻ എഫക്റ്റ് കണ്ടെത്തിയത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയമാണ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് ചികിത്സയ്ക്കുള്ളതാണ്? ഡോട്ട്സ് ക്ഷയരോഗ ചികിത്സയ്ക്കുള്ള സമ്പ്രദായമാണ് ഡോട്ട്സ് എന്നത്. ക്ഷയരോഗം ചികിത്സിക്കുന്നത്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.